എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദിയുടെ വികൃതിന്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിലാഷ് അയ്യപ്പന് കുറേ കള്ളും മേടിച്ചു കൊടുക്കുക കേട്ടോ. അയ്യപ്പേട്ടാ, നിങ്ങൾ വിളിച്ചോണ്ട് പോയിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ വിക്രം അടിച്ചോടിച്ചു. നിങ്ങൾ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നില്ലേ, അവനെ അവിടെ ഇട്ട് തീർക്കായിരുന്നില്ലേ? ആ സമയത്ത് കയ്യിൽ ടൂൾസ് ഇല്ലാതെ പോയ അയ്യപ്പേട്ട. മാത്രമല്ല, ആ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യപ്പേട്ടനും ഫാമിലിയും തൂങ്ങേണ്ടി വരില്ലേ? അതുകൊണ്ട് മാത്രം അവനെ ഞാൻ വെറുതെ വിട്ടത്. അവനെ പുറത്ത് കിട്ടും. അപ്പം ഇനി അവൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. ആ ശ്രീനിവാസൻ്റെ ധൈര്യത്തിലാണ് അവൻ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ശ്രീനിസാറിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ കൊച്ചിൻ്റെ പുറകെ അവൻ നടക്കാതെ ശ്രീനിവാസൻ സാർ നോക്കിക്കോളും. അപ്പോഴേക്ക് അഭിലാഷ് പറഞ്ഞു, നാട്ടക്കത്തില അയ്യപ്പെട്ട, നാട്ടക്കത്തില്ല. ആര് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും അയ്യപ്പെട്ടൻ്റെ മോളെ കെട്ടാനും പറ്റില്ല. അവളെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കല്ലേ. ഇതിപ്പോൾ വീട്ടിൽ താലി കെട്ടിയ ഒരുത്തി, പുറത്ത് താലി കെട്ടാത്ത വേറൊരുത്തി. ജീവിത അവസാനം വരെ അയ്യപ്പേട്ടൻ്റെ മകളെ അവൻ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നോക്കിക്കോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യപ്പന് ദേഷ്യം വന്നു കേട്ടോ. നിർത്തടാ, ഈ അയ്യപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കുന്ന നീ വിചാരിക്കണ്ട. വെട്ടി തുണ്ടമാക്കി കളയും ഞാൻ. നടക്കണ കാര്യം വല്ലതും പറ അയ്യപ്പേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ്. അപ്പോഴേക്കും അയ്യപ്പേട്ടന് ദേഷ്യം വന്നു കേട്ടോ. അയ്യപ്പൻ ചാടി എഴുന്നേറ്റ് ഇവൻ്റെ കുത്തിനങ്ങോട്ട് പിടിച്ചു കേട്ടോ. ഈ അയ്യപ്പൻ വിചാരിച്ച നടക്കാത്ത വല്ല കാര്യമുണ്ടോ? ഇതിലും വലുതിനൊക്കെ അയ്യപ്പൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിലാഷിൻ്റെ കുത്തിരി പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അഭിലാഷിൻ്റെ സ്വഭാവം അറിയത് കണ്ടപ്പോൾ അഭിലാഷിൻ്റെ കൂട്ടുകാരുടെ സ്വഭാവവും. കയ്യെടുക്കയ്യപ്പേട്ടാ, ഈ വീറും വാശിയൊക്കെ എൻ്റെ നേരെയല്ല കാണിക്കേണ്ടത്, അവനോട് കാണിക്കുക. ആ വിക്രം മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ തല്ലും കൊല്ലുന്ന് പറഞ്ഞാൽ പോരാ, അത് ചെയ്യാൻ മനസ്സുറപ്പുണ്ടാക്കണം. നേരെ നിന്ന് ഒറ്റയടിച്ചാ തൻ്റെ കാറ്റ് പോകും. അതാദ്യം താൻ മനസ്സിലാക്കടോ. അയ്യപ്പൻ അവിടെ ഇരിക്കുക കേട്ടോ, ആകെ സങ്കടപ്പെട്ട. നീ പറഞ്ഞത് ശരിയാണ് അഭിലാഷേ. അവൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളുടെ കല്യാണം നടത്താനായിട്ട് പറ്റില്ല. അതാണ് പറഞ്ഞത്. അവനില്ലാണ്ടാവണം. പക്ഷേ അത് വളരെ തന്ത്രത്തിൽ വേണ്ടേ അയ്യപ്പേട്ട? ഒരു വാശിക്ക് എടുത്തു ചാടി ചെയ്ത ഈ പ്രായത്തിൽ ജയിലിൽ പോയി കിടക്കണോ? അയ്യപ്പേട്ട മുന്നിൽ നിന്നാൽ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. ആ തീരുമാനം ഉറപ്പിക്കാനേ ഞങ്ങൾ കൂടെയുണ്ട്. അപ്പം നീ പ്ലാൻ ചെയ്ത അഭിലാഷേ, എന്തിനും ഞാൻ കൂടെയുണ്ട് എന്ന് അയ്യപ്പൻ പറയാണ്. വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അയ്യപ്പന് അഭിലാഷം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷു ഉണ്ടല്ലോ, എന്തൊക്കെയോ പേരൊക്കെയോ എന്തോ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശ്രീജ വന്ന് വളരെ സന്തോഷത്തോടു കൂടി, വിഷേട്ടാ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇതിലൊന്ന് ഒപ്പിട്ടെ. എന്തൊപ്പ്? എന്തിന്? വിഷേൻ്റെ CV വേദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് ഒപ്പിട്ടേ വിഷേട്ടാ അങ്ങോട്ട്. ഇതൊക്കെ കൊണ്ട് വല്ല കാര്യമുണ്ടോ ശ്രീജെ? നമ്മൾ ശ്രമിക്കാനുള്ളത് നമ്മൾ ചെയ്യണ്ടേ? ഒരു കുടുംബമായിട്ട് നമുക്ക് കഴിയണ്ടേ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുടുംബം അല്ലേ? ഇങ്ങനെയാണോ വിശ്വേട്ട ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടത്? വിശ്വേട്ട് ജോലി കിട്ടിയാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാലോ. യോഹോ എന്ന് വെച്ച് പ്രായമായ അച്ഛനമ്മനും തനിച്ചാക്കിയിട്ട് പോകാനോ? വയസ്സാം കാലത്ത് അവരെ കൂടി വേദനിപ്പിക്കണോ? അതാണോ ഞാൻ പറഞ്ഞതിനർത്ഥം? ഒരു മോള് നമുക്കും വളർന്നു വരുന്നുണ്ട്. അത് വിശ്വേട്ടനെ ഓർക്കാറുണ്ടോ? ഇതെന്തിനാ നീ ഇടക്കിടയ്ക്ക് പറയണത്? അവൾ മിടുക്കിയായിട്ടല്ലേ വളരുന്നത്. അത് എൻ്റെ വീട്ടുകാരുള്ളതുകൊണ്ട്. അതെ, കുട്ടികാരുടെ കാര്യത്തിൽ അവരുടെ അച്ഛനമ്മമാർക്കുള്ള അവകാശം പോലെ അവരുടെ അച്ഛനമ്മമാരുടെ അച്ഛനമ്മമാർക്കും ഉണ്ട് അവകാശങ്ങൾ. നമ്മുടെ മോൾ അവിടെ നിൽക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമല്ലേ? ആ സന്തോഷം നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ? എന്നാലും വിശ്വേട്ടൻ്റെ ശമ്പളം വാങ്ങിച്ചിട്ട് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ ഉദ്ദേശമില്ല അല്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് പറ്റിയൊരു ജോലി കിട്ടണ്ടേ? അത് കിട്ടിയേ പോകുന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും അത് തന്നെ ഞാൻ പറഞ്ഞത്. കിട്ടിയാൽ പോവും. എന്നാൽ ഇതിൽ ഒപ്പിട്. പേരൊക്കെ അവിടെ വെക്കുക, എന്നിട്ട് ഇതിൽ ഒപ്പിട്. അങ്ങനെ ഒപ്പിട്ടു നമ്മുടെ വിശ്വം. കൊള്ളാലോ. ഇത്രയൊക്കെ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നോ? എന്തായാലും ഒപ്പിട്ടു. കൊണ്ടുപോയി കൊടുക്കുക. വിശ്വേട്ടൻ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ഞാനോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാനാണോ കൊണ്ട് കൊടുക്കേണ്ടത്? ചെല്ല് വിശ്വേട്ടാ. വിശ്വേട്ടൻ്റെ ജോലിക്ക് പോകണമെന്നും ആ കാശിന് കുടുംബം പുലർത്തണമെന്ന് ഒരു തോന്നൽ വിശ്വേട്ടനുണ്ടെന്ന് വിശ്വേട്ടനല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്? വേദ നല്ല കുട്ടിയാണ്. അവൾക്ക് ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അവളുടെ കൂടെ പഠിച്ചവരും അവളുടെ ബന്ധുക്കളും ഒക്കെ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാ. അവരാരെങ്കിലും നമ്മളെ സഹായിക്കാതിരിക്കില്ല. ചെല്ല് വിശ്വേട്ടാ, ചെല്ല്. എന്തായാലും പേരൊക്കെ നിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് പേരൊക്കെ മേടിച്ച് വെച്ച് ചെല്ല് വിശ്വേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പോവാം. അങ്ങനെ ഉന്തി തള്ളി വിടുകയാണ് വിശ്വനെ നമ്മുടെ ശ്രീജ വേദയ്ക്ക് മുമ്പിലേക്ക്. പക്ഷേ അങ്ങനെ വേദയെ വിളിച്ച് വേദ വിശ്വത്തിൻ്റെ അരികിലേക്ക് വന്നതും വിക്രം കയറി വന്നു കേട്ടോ. അങ്ങനെ വിക്രവും വേദയും ഒരുമിച്ച് നിൽക്കുക. വിശ്വത്തിന് വല്ലതും പറയാൻ പറ്റുമോ? എന്താ വിശ്വേട്ടാ? വല്ല ആപ്ലിക്കേഷനും ആണോ? ഒന്നുമില്ല. അല്ല വിശ്വേട്ടൻ എന്തിനാ വിളിച്ചത് എന്ന് വേദ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ വിളിച്ചതാ. അപ്പോൾ വിക്രം പറഞ്ഞു, വെറുതെ അല്ല, എന്തോ കാര്യമുണ്ടല്ലോ, പറ വിശ്വേട്ടാ
ഇല്ല, ഉച്ചയ്ക്ക് ഊണിന് കറി എന്താണെന്നറിയാൻ ഞാൻ വന്ന് ചോദിച്ചതാ. ഈശ്വര, ചോറും കറിയൊക്കെ ഇപ്പം ഇവളാണോ വെക്കുന്നത്? അപ്പോൾ വേദ ചോദിച്ചു, എന്താ ഞാൻ ചോറ് വെച്ചാൽ വേവൂലേ? വേവും, പക്ഷേ അത് ഉണ്ണാൻ ഇവിടെ ഉള്ളവർ കാണൂല. അമ്മേ അമ്മേ എന്നൊക്കെ വിക്രം പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു വിക്രം ബഹളം വെക്കണ്ട, ഞാൻ അടുക്കള കയറിയിട്ടില്ല. അത്രയോ ആശ്വാസം. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അതെ വേദയും ശ്രീജി ഇരുന്ന് ഇവിടെ കറിക്കരിയുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് കറി എന്താന്ന് ചോദിച്ചതാ. എന്തായാലും ഇവിടെ ഉള്ളവർക്ക് നിന്നോട് ഇപ്പോൾ സ്പെഷ്യൽ കൺസേൺ ഒക്കെ തോന്നി തുടങ്ങിയോ? അപ്പം സ്വഭാവം നന്നായ എല്ലാവരും പരിഗണിക്കും, അത് സ്വാഭാവികമാണ്. ആഹാ, അങ്ങനെ പരിഗണിക്കുന്ന എനിക്കൊന്ന് കാണണം. ദേ ഇവളെ എങ്ങനെ ഇവിടെ നിർത്തണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വേട്ടാ. അതിൽ കൂടുതൽ സ്പേസ് ഒന്നും ആരും ഇവൾക്ക് കൊടുക്കണ്ട, മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് വേറെ തട്ടി മാറ്റി ഇവൻ ഫോൺ എടുത്തു, അവിടെ കുത്തിയിരുന്ന ഫോൺ എടുത്ത് പോകാൻ തുടങ്ങുക. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേറെ വിക്രത്തിന് പിന്നാലെ പോവാണ്. അതെ, ചെവി കേട്ടൂടെ, ഒന്നവിടെ നിന്നേ. എവിടേക്ക് പോവാ? ശവക്കോട്ടയിലേക്ക്. എന്തേ മനസ്സിലായില്ലേ എന്ന് വിക്രം ചോദിച്ചപ്പോൾ, അയ്യോ യു മീൻ മസാനം? എന്താ ശവക്കോട്ട എന്നല്ലേ പറയാറ്? അതെ, അവിടെ ആരുമായിട്ടാ കമ്പനി? അതെ, ഒന്ന് പോ വേദാളവേ. എപ്പോഴാ വരിക എന്ന് വേദ ചോദിച്ചപ്പോൾ, അത് ചോദിക്കാൻ നീ ആരാ? എൻ്റെ ഭാര്യയോ? അക്കാര്യത്തിൽ ഇനിയും സംശയമുണ്ടോ? നോക്ക്, ഒന്ന് നിർത്ത്. ഒന്നും മിണ്ടുമ്പോഴേക്കും തലീന്ന് പറയാനായിട്ട് എടുത്തോണ്ട് നിൽക്കുക. മാറി അവിടെ നിന്ന്, പോടി അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി എടുത്തോണ്ട് പോവാ. ടാറ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ നിൽക്കുക. വേണ്ടെങ്കിൽ വേണ്ട, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? പുഞ്ചിരിയോട് കൂടിയാണ് വേദ നിൽക്കുന്നത്. അവസാനം നമ്മുടെ വിശ്വം ആ CV ഒന്നും കൊടുക്കാതെ വന്നു. ശ്രീജയാണെങ്കിൽ സന്തോഷത്തിലിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താ ഇത് കൊടുത്തില്ലേ? അപ്പോഴാ വിക്രം വന്നത്. അവൻ കണ്ട എന്താ കുഴപ്പം? അത് മതി ഇനി ആ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ. എന്നാൽ പിന്നെ അവൻ പോയപ്പോൾ കൊടുക്കായിരുന്നില്ലേ? അത് അവൻ കയ്യിൽ എന്താന്ന് ചോദിച്ചു, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അവൻ പോയിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞു എന്നാവില്ലേ? ഒരു കാര്യം ശ്രീജയ്ക്ക് മനസ്സിലായി, ഈ സാധനം ജോലിക്ക് പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്തൊരു സാധനമാണ് എന്ന്. എന്തായാലും വിശ്വനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന്, വിശ്വനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ആ കയ്യിലിരുന്ന CV വലിച്ചു കീറി പേരക്ക തപ്പിയിട്ട് പേരക്കയില്ല. വിശ്വം ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് അയ്യപ്പൻ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. രാധയും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മോള് പോയി കിടക്കാൻ നോക്കുക, അയാൾ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ, കുടിച്ച് വല്ലയിടത്ത് കിടക്കുമായിരിക്കും എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ എന്താ ചെയ്യുക? അല്ല, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് നോക്കിയിട്ടോ വല്ല കാര്യമുണ്ടോ? അയാളോട് സമ്മതിക്കണ്ടേ? അപ്പോഴേക്കും രാധ പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയതല്ലേ അമ്മേ, എന്നിട്ട് എന്താ പറ്റിയത്? ഈ സമയത്ത് രാധയ്ക്കൊരു കോള് വരിക. ഹലോ, അയ്യപ്പേട്ടൻ്റെ വീടല്ലേ? അതെ, മകൾ രാധയാണ്. കുട്ടിക്കൊന്ന് വന്ന് അയ്യപ്പനെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അയ്യപ്പേട്ടനെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞാൻ ബാറിൽ നിന്നാണ് വിളിക്കുന്നത്. പനച്ചിക്കര പള്ളി റോഡ് വഴി വന്നാൽ നേരെ ബാറാ, അങ്ങോട്ടേക്ക് പോരെ. അപ്പോൾ ഏത് ബാഗിലാ? ഏത് ബാറിലാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റ് സേവിയേഴ്സ് ബാറിലാ. എന്നായിക്കോട്ടെ മോളെ, ഞാൻ പറഞ്ഞില്ലേ ബോധമില്ലാതെ കിടക്കുവാന്ന്. അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ നമ്മളെ അല്ലേ പറയുള്ളൂ. അവിടെ കിടക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? എന്തായാലും മോള് സൂക്ഷിച്ചു പോ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ നമ്മുടെ രാധ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ കൈ നീട്ടി കേട്ടോ. കൈ നീട്ടി വണ്ടിയിലേക്ക് കയറി. ഇവളെ വണ്ടി നിർത്തി. അപ്പോൾ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോൾ വണ്ടി നിർത്താതിരിക്കുന്നത് എങ്ങനെയാണ്? വണ്ടി നിർത്തി. പെട്ടെന്ന് ഇയാൾ വണ്ടിയിലേക്ക് ചാടി കയറി. അപ്പോൾ താൻ ആരാന്ന് ചോദിച്ചപ്പോൾ ആ ബൈക്കിൻ്റെ പിന്നാലെ പോ എന്നും പറഞ്ഞ് കത്തി ചൂണ്ടി കാണിച്ച് മേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ആ വണ്ടിക്ക് പിന്നാലെ പോകാനാണ് പറഞ്ഞത്. രാധ പേടിച്ചു പോയിട്ടോ. നിന്റെ തൻ്റെ ഉള്ളിടത്തേക്ക് തന്നെയാണ് ഈ പോകുന്നത്, ആ ബൈക്കിൻ്റെ പിന്നാലെ വിട്. അങ്ങനെ രാധ പേടിച്ച് വണ്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരിടത്തേക്ക് വണ്ടി തിരിക്കുന്നതിന് വഴിക്ക് ഒരു ട്രാഫിക് പോലെ വന്നിട്ട് ഈ രാധയുടെ വണ്ടി അവിടെ നിർത്തിയിടേണ്ടി വന്നു. ആ സമയത്താണ് നമ്മുടെ രാധ നോക്കിയപ്പോൾ വിക്രം ദൂരെ നിൽക്കുകയാണ്. വിക്രം രാധയെ കാണുകയും ചെയ്തു. രാധയുടെ പേടി മുഖഭാവം ഒക്കെ കണ്ടപ്പോൾ തന്നെ വിക്രത്തിന് എന്തോ പന്തികേട് പോലെ തോന്നി കേട്ടോ. വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ട്രാഫിക് ജാം മാറിയപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്നെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വിളി ചോദിച്ചപ്പം കൊണ്ടുപോകുന്നത് മറ്റൊരിടത്തേക്കും അല്ല, കൊണ്ടുപോകുന്നത് അഭിലാഷിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിൻ്റെ അച്ഛനും ഉണ്ട്, അവൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നേ. എന്തായാലും അഭിലാഷ് ചതിച്ചിരിക്കുകയാണ്. നമ്മുടെ അയ്യപ്പൻ നായർ അയ്യപ്പൻ നായരല്ല, അയ്യപ്പേട്ടനെ അഭിലാഷ് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ ഇഷ്ടവും നടപ്പാക്കി മോഹവും നടപ്പാക്കിയതിന് ശേഷം അയ്യപ്പൻ നായരെയും അയ്യപ്പേട്ടനെയും, നമ്മുടെ അയ്യപ്പൻ നായർ ഗീതങ്കോന്തത്തിലെ അയ്യപ്പൻ നായരുടെ വാത് കീറി വരുന്നത് എപ്പോഴും, ഈ അയ്യപ്പേട്ടനെയും അതുപോലെ തന്നെ രാധയെയും കൊല്ലാനാണ് അഭിലാഷിൻ്റെ പ്ലാന്. ഈ കൊന്നതിന് ശേഷം ആ കൊലക്കുറ്റം നമ്മുടെ ഇവൻ്റെ തലയിലേക്ക്, വിക്രത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുക, അതിന് വേണ്ടിയിട്ടാണ്.
പറയുന്നുണ്ട് നമ്മുടെ അയ്യപ്പൻ, ഈ കളി വേണ്ട അഭിലാഷേന്ന്. ഒഴിക്കട അവൻ്റെ വായിലേക്ക്. അങ്ങനെ ഈ മദ്യം കുപ്പിയോടുകൂടി അവൻ്റെ വായിലേക്ക് കമിഴ്ത്തി കൊടുക്കുക. രാധ ഇതും കണ്ടോണ്ടാട്ടോ അച്ഛാന്നും പറഞ്ഞ് ഓടിപ്പടച്ച് വരിക. വാ മോളെ, വന്ന അച്ഛനെ കാണുവണ്ണേ. അച്ഛൻ്റെ അവസ്ഥ കണ്ട് ഓടി പേടിച്ച് അച്ഛൻ്റെ അരികിലേക്ക് ഓടിയ അവളെ പിടിച്ചങ്ങോട്ട് നിർത്തി അഭിലാഷ്. വിട്, എൻ്റെ കൈ വിട്. അതെ, അച്ഛൻ മരിച്ചിട്ടില്ല, ജീവനുണ്ട്. നീ ഒന്ന് സമാധാനപ്പെട്. വീട്ടിൽ വെച്ച് നീയും നിൻ്റെ അമ്മയും കൂടി എന്നെ ഊക്കി വിട്ടു. അന്ന് ഞാൻ പൊട്ടനെ പോലെ ഇരുന്ന് തന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്ന് എനിക്കൊന്ന് തെളിയിക്കണ്ടേ. മോള് വാ, നമുക്ക് രണ്ടാൾക്കും അപ്പുറത്തെ മുറി പോയി കുറച്ച് പ്രൈവറ്റായിട്ട് സംസാരിക്കാം. എന്തേ? ദേ, ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാ ഉണ്ടല്ലോ വിട്ര എന്നും പറഞ്ഞുകൊണ്ട് രാധ ഓടാനായിട്ട് തുടങ്ങുക. പിടിയടാ അവളെ എന്ന് പറഞ്ഞു. അങ്ങനെ രാധ ഓടി നേരെ ചെന്നത് വിക്രത്തിൻ്റെ മുന്നിലേക്കാണ്. വിക്രം വണ്ടിയായിട്ട് വന്നിരുന്നു. വിക്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ അരികിൽ പോയി നിന്ന് നമ്മുടെ രാധ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് ഹെൽമെറ്റൊക്കെ ഊരി നമ്മുടെ വിക്രം ഇറങ്ങി ഇങ്ങ് വന്നില്ലേ. പിന്നെ അങ്ങോട്ടേക്ക് ഇടിയിട്ട പൊട്ടിപ്പൂരമായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലായിടത്തിനെയും ഇടിച്ച് നിലം പരിശാക്കി നമ്മുടെ വിക്രം. ഇതേ സമയമുണ്ടല്ലോ കമല ആകെ ഒരു പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്ന് മോനെ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. വേദ കുറച്ച് നേരം ഇത് കാണുന്നു. എന്താ അമ്മ, എന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മോളെ, നേരം കുറേ ആയില്ലേ, ഈയിടെയായിട്ട് അവൻ വരാൻ വൈകുമ്പോൾ വല്ലാത്തൊരാദിയാണ്. പ്രത്യേകിച്ചും നീ വന്ന് കയറിയ ശേഷം. അപ്പം ഞാൻ വന്നതിന് ശേഷം പ്രത്യേകമായി എന്തിനാ ആദി? അല്ല, സ്വന്തം വീട്ടിലും താലി കെട്ടി ചെന്ന വീട്ടിലും പെൺകുട്ടികൾക്ക് രണ്ട് ജീവിതമാണ്. കയറി ചെന്ന വീട്ടിൽ അവൾക്ക് സ്വസ്ഥതയില്ല എങ്കിൽ അവളുടെ ആ വീടിൻ്റെ ഐശ്വര്യം പോകും. വന്ന് കയറിയ പെൺകുട്ടിയുടെ മനം തെളിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം വരും. അപ്പോൾ അമ്മ എന്നെ വിക്രം താലി കെട്ടിക്കൊണ്ട് വന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടല്ലേ? അമ്മേ, എനിക്കറിയാം തുറന്നു പറയാൻ അമ്മയ്ക്ക് മടിയുണ്ടാകും. അതിന് കാരണവും എനിക്ക് ഊഹിക്കാം. അമ്മ പറയൊന്നും വേണ്ട. എൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അമ്മയുടെ മനസ്സത് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. രാത്രിയിൽ വിക്രം എത്ര വൈകിയാലും അമ്മ ഇതുപോലെ ഉറങ്ങാതിരിക്കുമോ? അപ്പോൾ ലോകത്ത് ഏതമ്മയാണ് മക്കളെ കാത്തിരിക്കാത്തത്? എത്ര വൈകി ചെന്നാലും ഒരു പിടി ചോറ് അമ്മ മാറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന് മക്കൾക്കും അറിയാം. വന്ന് കയറിയ ഉടനെ അമ്മ വിശക്കുന്നു എന്നല്ലേ അവരാദ്യം പറയുക. വിക്രം വന്ന് കയറുമ്പോൾ മിക്കവാറും ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോഴാണ് അവൻ സ്വസ്ഥമായിട്ട് എന്നോട് സംസാരിക്കുക. മനസ്സ് വിട്ട് അവൻ എന്നോട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സമയമോ അതാ. അപ്പോൾ വേദ ചോദിച്ചു, വിക്രം എല്ലാം തുറന്ന് പറയാറുണ്ടോ? ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്, എന്നോട് പറയാൻ പറ്റാത്തൊന്നും അവൻ ഇതുവരെ ചെയ്യാറില്ലാന്ന്. രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടി ഒരുപാട് കേസിൽ പെട്ടിട്ടുണ്ട്. റൗഡി ഇന്നും ഗുണ്ടാന്നൊക്കെ അവനെക്കുറിച്ച് പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ മോൾക്കറിയോ, അവനെക്കുറിച്ച് ദോഷം പറയുന്നതിലും കൂടുതൽ നല്ലത് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് നല്ലത് പറയുന്നത്. ഞാൻ അവനെ ന്യായീകരിച്ച് എന്തെങ്കിലും പറഞ്ഞോ മോശം അപ്പം എതിരായിട്ട് എന്തെങ്കിലും പറയും. കാക്കയ്ക്ക് തൻകുഞ്ച് പൊൻകുഞ്ഞാണെന്നോ, തല്ലി വളർത്തിയ മക്കളും വെട്ടി വളർത്തിയ മരവും മാത്രമേ നേരെ ആയിട്ടുള്ളെന്നോ അങ്ങനെ എന്തെങ്കിലും. കാക്കയാണെങ്കിലും കൊക്കാണെങ്കിലും അമ്മമാരുടെ മനസ്സ് ഒരുപോലെയല്ലേ മോളെ? കുട്ടിക്കാലത്ത് അവനെ തല്ലി വളർത്തേണ്ട കാര്യമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് അവൻ ഇങ്ങനെയായി മാറിപ്പോയപ്പോൾ തല്ലേണ്ട പ്രായം കഴിയുകയും ചെയ്തു. അമ്മ സങ്കടപ്പെടേണ്ട, വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്ന ആ പഴയ വിക്രം തിരിച്ചു വരും, ഉറപ്പ്. അപ്പോൾ കമൽ പറഞ്ഞു, എനിക്കിപ്പോഴും ആ ഒരു വിശ്വാസമുണ്ട്. മോൾക്കറിയോ, ഞാനില്ലാതെ അവനൊരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ വേണം, അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഞാനും. അതെ, ശരിക്കും ഒരു അമ്മക്കുട്ടി. മാഷും അങ്ങനെ ആയിരുന്നു. പണ്ട് മാഷും അമ്മയില്ലാതെ ഒന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴാണ് കുറേയൊക്കെ മാറിയത്. ആഹാ, അങ്ങനെയായിരുന്നോ? അപ്പോഴേക്കും നമ്മുടെ കമലയുടെ കണ്ണങ്ങ് നിറഞ്ഞ് പുഞ്ചിരിക്കുക. ഇനിയിപ്പോൾ അവൻ്റെ കാര്യം നോക്കാം, മോളുണ്ടല്ലോ. ഞാൻ ചെന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കമല പതുക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിട്ട് പതുക്കെ വന്നിട്ട് അവളുടെ താടിയിലൊന്ന് തലോടിയിട്ട് പറഞ്ഞു, നിന്നെപ്പോലൊരു മിടുക്കിയാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. എന്തായാലും ഇത് നിലനിർത്തി തരാനായിട്ട് ഈശ്വരൻ സഹായിക്കും, ഉറപ്പ്. അങ്ങനെ കമല അകത്തേക്ക് കയറിപ്പോവാണ്. വേദ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. സി ഓക്കെ, താങ്ക് യു.